ഇല്ല, നല്ല സിനിമ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുല ഇല്ല. മികച്ച സംവിധായകരുടെ, മികച്ച തിരക്കഥാകൃത്തുക്കളുടെ, മികച്ച നടന്മാരുടെ സിനിമകളും മോശം സിനിമകളും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചൂസ് ചെയ്യുന്ന സിനിമയ്ക്ക് വേണ്ടി നമുക്ക് ഏറ്റവും നല്ല എഫേർട്ട് ഇടുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ചോയ്സ് കൃത്യമാവുക, അല്ലാതെ കറക്റ്റ് ആവുക എന്നുള്ളത് റിലീസ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു ഹീറോയുടെ ധർമ്മസങ്കടം എന്ന് പറയുന്നത് ആസിഫിൻ്റെ അല്ല ഏത് ഹീറോയുടെയും യെസ് സന്തോഷത്തോടെ പറയാം. നോ പറയുന്നത് ഏറ്റവും അടുത്ത ഫ്രണ്ട്സിൻ്റെ അടുത്താണ് നോ പറയേണ്ടി വരിക. നല്ല പ്രോജക്റ്റ് അല്ലെന്ന് അറിയാം, ഇത് കഥ ശരിയാവുന്നില്ല, കഥയുടെ പോക്ക് ശരിയാവുന്നില്ല, ആകെ കുഴപ്പമാണ്, എങ്ങനെ നോ പറയും? അതാണ് ഒരു ഹീറോയുടെ ധർമ്മസങ്കടം എന്ന് പറയുന്നത്. ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കും, നല്ല അസോസിയേറ്റ് ഡയറക്ടറായിരിക്കും, എത്രയോ വർഷം കൂടെ വർക്ക് ചെയ്ത ആളായിരിക്കും, അയാളുടെ അടുത്ത് നോ പറയുക. നല്ല പ്രൊഡ്യൂസറായിരിക്കും, വേണ്ടപ്പെട്ട പ്രൊഡ്യൂസറായിരിക്കും, അടുത്ത സുഹൃത്തായിരിക്കും, അയാളോട് നോ പറയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. അങ്ങനെ നോ പറഞ്ഞതുകൊണ്ട് ബന്ധങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടോ? ഇല്ല, ശരിക്കും അത് പറയാനുള്ളൊരു പേടിയാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. പല ആളുകൾക്കും അത് പറഞ്ഞ ഇപ്പൊ മനസ്സിലാവും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ്. നമുക്ക് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ നോ പറയുന്നത് എന്നുള്ളത് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ പറ്റുവാണെങ്കിൽ അത് നമ്മൾ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.